സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് LDC സ്പെഷ്യൽ മോഡൽ എക്സാം ആണ്. 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുത നിലയം ഏതാണ്? താരാപൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുത നിലയം. ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശം ഏത് നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കറുപ്പ്. ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര്? ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? കെപ്ലർ. ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് കെപ്ലർ. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സർബതി സൊണോറയാണ്. എന്താണ്? ഗോതമ്പിനം. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏതാണ്? സർബതി സൊണോറ. പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് വർഷമാണ്? 1946 ആണ്. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് ആര്? ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് ജാതിക്കുമ്മി. ഇന്ത്യൻ ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് ആര്? MN റോയി ആണ് ഇന്ത്യൻ ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത്. സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓപ്ഷൻ ബി, സൾഫ്യൂരിക് ആസിഡ്. സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായിട്ട് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. മഗ്സസെ അവാർഡ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ആചാര്യ വിനോബ ഭാവെയാണ് മഗ്സസെ അവാർഡ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം ഏതാണ്? 1991 ആണ്. 1991 കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത്. മിറാഷ് 2000 എന്ന യുദ്ധവിമാനം ഏത് രാജ്യത്തു നിന്നുമാണ് ഇന്ത്യ വാങ്ങിയത്? ഫ്രാൻസ് ആണ്. മിറാഷ് 2000 ഫ്രാൻസ്. ഒരാറ്റത്തിന്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം, 32. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് ആരാണ്? CV രാമൻ പിള്ളയാണ് ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത്. കേരളത്തിൽ തേയില ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ തേയില ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ ആണ്. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം? 1929 ആണ്. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1929. ജലം തിളച്ച് നീരാവിയാകുന്നത് 373 കെൽവിനിലാണ്
ജലം തിളച്ച് നീരാവിയാക്കുന്നത്? 373 കെൽവിൻ. ആയിരത്തി 38 ദിവസം നീണ്ടുനിന്ന യാചനയാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്? 38 ദിവസം നീണ്ടുനിന്ന യാചനയാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വി ടി ഭട്ടതിരിപ്പാട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായിട്ട് ത്രിവർണ പതാക അംഗീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായിട്ട് ത്രിവർണ പതാക അംഗീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ലാഹോർ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ലാഹോർ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ട വർഷം? ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ട വർഷം? 1956. ഓപ്ഷൻ സി 1956. ബാലഗുരു എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? ബാലഗുരു എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. ബാലഗുരു എന്നറിയപ്പെട്ടത് ആരാണ്? വാഗ്ഭടാനന്ദൻ. മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ? മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്നത് ജി പി പിള്ളയാണ്. ജി പി പിള്ള. മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ ജി പി പിള്ള. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള മൂലകം ഏത്? സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള മൂലകം ബ്രോമിൻ ആണ്. ബ്രോമിൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബ്രോമിൻ. ബിഷപ്പ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബിഷപ്പ്. ചെസ് ആണ്. ഓപ്ഷൻ സി ചെസ്. ബിഷപ്പ് ചെസ് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയ വർഷം ഏത്? നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയ വർഷം? 1932. നിവർത്തന പ്രക്ഷോഭം 1932. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 3 മാത്രമാണ്. 3 മാത്രം. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ശരിയാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ശരിയാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ശരിയാണ്. അടുത്ത ചോദ്യം. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ നദികളിൽ വെച്ചിട്ട് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധമില്ലാത്തത് തന്നിരിക്കുന്നത്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. താരതമ്യേന വീതി കൂടുതൽ. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. പടിഞ്ഞാറൻ സമതലവുമായിട്ട് ബന്ധം ഇല്ലാത്തത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉമാണ്. 2ഉം 3ഉം. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. താരതമ്യേന വീതി കൂടുതൽ എന്നിവയാണ് പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. 1853. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയയാണ്. ജാറിയ. ഓപ്ഷൻ ഡി ജാറിയ.
1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഉരുക്കുശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ യു ഷറഫ് അലിയാണ്. ശ്രീ യു ഷറഫ് അലിയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് 23 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓഗസ്റ്റ് 23. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ്. ടി കെ മാധവൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദനാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സ്വാമി വിവേകാനന്ദൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഇന്ത്യയുമായിട്ട് വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആര്? യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ മഹാത്മാഗാന്ധിയാണ്. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ മഹാത്മാഗാന്ധി. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് തന്നിരിക്കുന്നു. പുനഃസ്ഥാപന ശേഷിയുണ്ട്, ചെലവ് കുറവാണ്, ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഓപ്ഷൻ സി ആണ് ഉത്തരം. ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഏത് അനുച്ഛേദമാണ്? അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4A ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഭാഗം 4A. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ഓപ്ഷൻ എ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ഓപ്ഷൻ എ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? ദേശീയ പതാകയുടെ നീളവും വീതിയും ഓപ്ഷൻ ഡി 3:2 ആണ്. 3:2. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം ടയലിൻ ആണ്. ടയലിൻ. ജാതിഭേദം മതദോഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്.
ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. അരുവിപ്പുറം ക്ഷേത്രം. എംഫിസിമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം. എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ഓപ്ഷൻ ഡി ശ്വാസകോശം. നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം. നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം മംഗലാപുരമാണ്. ഓപ്ഷൻ എ മംഗലാപുരം. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ്. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ്. അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. അവസാനത്തെ ചോദ്യം, 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെയാണ്? 1904 SNDPയുടെ ആദ്യത്തെ വാർഷിക യോഗം നടന്നത് അരുവിപ്പുറത്താണ്. അരുവിപ്പുറം. ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.